ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ കണ്ണൂർ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. കണ്ണൂരിൽ നിന്ന് ഞാനിപ്പോൾ തലശ്ശേരി ഏകദേശം എത്തി. ആൻഡ് അവിടുന്ന് ഞാൻ മേടിച്ചതാണ് ഈ ടെൻഡർ കോക്കനട്ടും ആൻഡ് പിന്നെ ജയിലത്തെ ഫുഡ് സെല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മേടിച്ചു. അതായത് ഒരു ചിക്കൻ ബിരിയാണിയും ഒരു കബാബ് രണ്ടും കൂടി 150 റുപ്പീസിനാണ് ഞാൻ മേടിച്ചത് ഗൈസ്. എന്നിട്ട് ഞാൻ വീട്ടിലെത്തി ഗൈസ്. അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തി ഗൈസ്. നമുക്കെന്തായാലും ജയിലത്തെ കബാബും ബിരിയാണിയാണ് മേടിച്ചത്. 150 രൂപയ്ക്ക് ഇത് പുറത്താണെന്ന് എനിക്കറിയില്ല. ഹൈവ നല്ല കബാബ്. അച്ചാറും തൈരുണ്ട് കഴിച്ച്. ഞാൻ ഇത് ഇല്ലയെന്ന് വിചാരിച്ച്, ലൈക്ക് വേറെ കിട്ടാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചു നോക്കാം കഴിച്ച്. ഞാൻ ആദ്യം ഒന്ന് ഫ്രഷ് ആയി. അങ്ങനെ കഴിച്ച് നമ്മൾ ബിരിയാണി ഇങ്ങനെ എടുത്ത്, മസാലയൊന്നും ഇല്ല, വലിയ കുഴപ്പമില്ലാതെ 70 രൂപേൻ്റെ ബിരിയാണി എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. മസാല എല്ലാം ഉണ്ട് കഴിച്ച്. കുറച്ച് കൂട്ടിക്കൊഴിച്ച് കുറച്ച് ഇതിൻ്റെ ഒപ്പരം കിട്ടിയ ഉള്ളിയാണ്, സാലഡ് എന്ന് പറഞ്ഞ ഉള്ളി മിക്സ് ചെയ്ത് ഒരു കഷ്ണം കബാബ് എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാം ഗൈസ്. ഐസ്. അങ്ങനെ ഈ ചിക്കനും കബാബും ബിരിയാണിയും എല്ലാം കൂട്ടി കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 150 രൂപക്ക് ഞാൻ 150 രൂപക്കാണ് ഈ ബിരിയാണിയും ചിക്കൻ കബാബും മേടിച്ചത്. കബാബിനെ കുറിച്ച് പറയുന്നത്, കബാബ് എനിക്ക് അത്രയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു. 80 രൂപക്ക് ഇത്രയും നല്ല കബാബല്ല, 80 രൂപയ്ക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിലും ഇത്രയും നല്ലൊരു ടേസ്റ്റ്, അത്യാവശ്യം ടേസ്റ്റുള്ളൊരു കബാബ് തന്നെയായിരുന്നു കബാബ്. ചിക്കൻ ബിരിയാണീൻ്റെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ചിക്കൻ ബിരിയാണി അത്ര ഒരു നോർമലി ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ചിക്കൻ ബിരിയാണി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ശോകം തന്നെയാണ്. ബട്ട് 70 രൂപയ്ക്ക് ഇത്രയും ക്വാണ്ടിറ്റിയുള്ള ചിക്കൻ ബിരിയാണി അത്യാവശ്യം അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. ബട്ട് ഓവറോൾ പറയുകയാണെങ്കിൽ ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് കബാബ് വാസ് ഗ്രേറ്റ്. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ.